നമസ്കാരം. പ്രധാന വാർത്തകൾ. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ എസ്എഫ്ഐ നേതാവിനും കൂട്ടുപ്രതിക്കും സ്റ്റേഷൻ ജാമ്യം. കുളത്തുപുഴ സ്വദേശി ആകാശ് റിമാൻഡിൽ. കെഎസ്യുവിനെ പഴിചാരി എസ്എഫ്ഐ. ഈ കെഎസ്യുവിന്റെ നേതാക്കന്മാർക്കെതിരെ കെഎസ്യുവിന്റെ പാനലിൽ നിന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച ആദിലിന്റെ പേര് പുറത്തു വന്നിട്ടില്ല, അനന്തുവിന്റെ പേര് പുറത്തു വന്നിട്ടില്ല. ആദിലും അനന്തുവും നാടുവിട്ടു, ഇവർ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇതൊരു സിഗരറ്റ് പോലും വലിക്കാത്തൊരു പയ്യനാണ്. ഈ ക്യാമ്പസിനകത്തും ഈ ഹോസ്റ്റലിനകത്തുള്ള പിള്ളേരോടും മദ്യം പോലും കഴിക്കരുത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. സർക്കാരിന് പ്രതിബദ്ധത കഞ്ചാവ് വിൽപ്പനക്കാരോടെന്ന് കെ സുധാകരൻ. കർശന നടപടിയെന്ന് മന്ത്രി എം പി രാജേഷ്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കെ രാധാകൃഷ്ണൻ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകില്ല. പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ സമയം നീട്ടിച്ചോദിച്ചു. 17-ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി നോട്ടീസ് നൽകിയേക്കും. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് എം വി ഗോവിന്ദ്. പാർലമെന്റ് മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ തമിഴ്നാട്. പ്രതിഷേധ സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ഷണം. പിന്തുണ ഉറപ്പെന്ന് മുഖ്യമന്ത്രി. കണ്ണൂരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിന് മരുന്ന് മാറി നൽകിയ മെഡിക്കൽ ഷോപ്പ് പൂട്ടി. കടയുടമയുടെ അറസ്റ്റുടൻ. കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഇടുക്കിയിൽ വാക്സിനേഷന് പിന്നാലെ 1.5 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. എന്തിനാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പരിപാടിയിൽ കയറി പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടുക. കൊല്ലം കടയ്ക്കൽ ദേവി ക്ഷേത്രോത്സവത്തിൽ സിപിഎം പ്രചാരണ ഗാനങ്ങളും പാർട്ടി ചിഹ്നവും ഉപയോഗിച്ചത് വിവാദത്തിൽ. ക്ഷേത്രങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നീക്കമെന്ന് വി ഡി സതീശൻ. വിമർശിച്ച് ബിജെപിയും. കേന്ദ്രവുമായി നേർക്കുനേർ പോരിന് തമിഴ്നാട് സർക്കാർ. കേന്ദ്ര സഹായത്തിനായി അഭിമാനം പണയം വെക്കാനില്ലെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. രൂപ ചിഹ്നം മാറ്റിയത് വിഘടനവാദത്തിനുള്ള പ്രോത്സാഹനമെന്ന് നിർമ്മല സീതാരാമൻ. വാർത്തയിലേക്ക് വിശദമായി. ലഹരിക്കണ്ണികൾ പൊട്ടിക്കാൻ പോലീസ്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. ഹോസ്റ്റൽ മുറിയിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടികൂടി. പോലീസ് അറസ്റ്റ് ചെയ്ത 3 വിദ്യാർത്ഥികളിൽ ഒരാളായ അഭിരാജ് എസ്എഫ്ഐ യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന എസ്എഫ്ഐയുടെ വാദം പോലീസ് തള്ളി. പിടിയിലായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിടിയിലായ ആകാശിനെ റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് കഞ്ചാവ് ശേഖരമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കളമശ്ശേരി പോളിടെക്നിക് മെൻസ് ഹോസ്റ്റലിൽ പരിശോധനയ്ക്കെത്തിയത്. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ 2 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. ഹോസ്റ്റൽ മുറിയിലെ അലമാരയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ വിതരണം ചെയ്യാനാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് 1 കിലോ 900 ഗ്രാം കഞ്ചാവും മറ്റൊരു സ്ഥലത്ത് നിന്ന് 9.7 ഗ്രാമുമാണ് കിട്ടിയത്. 2 റൂമുകളിലും അതാത് റൂമുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ 2 കേസുകളായിട്ടിടുന്നത്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്, കുളത്തൂപ്പുഴ സ്വദേശി ആകാശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ അഭിരാജ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. അഭിരാജിനെയും ആദിത്യനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. എന്നാൽ സംഭവത്തിൽ പങ്കില്ലെന്ന വാദവുമായി അഭിരാജും എസ്എഫ്ഐയും രംഗത്തെത്തി. ഈ വിദ്യാർത്ഥിയുടെ അഭിരാജിന്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ഷർട്ടിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ബാഗിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല. അഭിരാജ് ഇന്നലെ ഈ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിനകത്ത് ഈ ഹോസ്റ്റലിനകത്ത് പോലും ഉണ്ടായിട്ടില്ല. അതപ്പോ അവിടെ കൊണ്ട് ഇട്ടു എന്നാണോ പറഞ്ഞത്? എന്നിട്ട് നിങ്ങളെ പ്രതിയാക്കുമായിരുന്നു, അങ്ങനെ കൊടുക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. എന്നാൽ വാദം തള്ളിയ പോലീസ് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് വിശദീകരിച്ചു. റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കും അവിടെ വരാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അവര് കയ്യോടെ പിടികൂടിയ കേസാണ്. റെയ്ഡിനിടെ പോലീസിനെ കണ്ട് ഓടിയത് കെഎസ്യു പ്രവർത്തകരാണെന്നാണ് എസ്എഫ്ഐയുടെ ആരോപണം. ഇക്കാര്യം നിഷേധിച്ച് കെഎസ്യുവും രംഗത്തെത്തി. പുറത്ത് കൂട്ടുകാരന്റെ റൂമിൽ നിന്ന് ഞാനും ഷാക്കിർ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്.
റൂമിൽ നിന്ന് പിന്നെ അങ്ങനെ ഉറങ്ങി രാവിലെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ നാട് വിട്ടു, ഞങ്ങളെ ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. റെയ്ഡും അറസ്റ്റും വൻ രാഷ്ട്രീയ വിവാദം ആവുകയാണ്. SFIയെയും സർക്കാരിനെയും വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത 3 വിദ്യാർത്ഥികളെയും കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരി കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി MP രാജേഷ്. ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടിയുമായാണ് മുന്നോട്ടു പോകുന്നത്. പിടിയിലായവർ ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. കഞ്ചാവ് വിൽപ്പനക്കാരോടാണ് സർക്കാരിന് പ്രതിബദ്ധതയെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ കുറ്റപ്പെടുത്തി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, കോട്ടയത്തും പൂക്കോടും നടന്നത് ഇതുതന്നെയാണ് എന്നും പിന്നിൽ KSU എന്ന ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്നും സതീശൻ പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മയക്കുമരുന്ന് കണ്ണികൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്. ധാരാളം മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അനേകം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ അപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് നൽകുന്നുമുണ്ട്. ഇവരാ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അത് നിങ്ങൾ അന്വേഷിച്ചോ, എത്ര സ്ഥലത്തായി? ഒരു സ്ഥലത്താണെങ്കിൽ ഞാൻ പറയില്ല, 2 സ്ഥലത്താണെങ്കിലും ഞാൻ പറയില്ല. ഇത് 1 ഡസനിലധികം സ്ഥലങ്ങളിലായി ഈ വിഷയം ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ അത് ഒളിച്ചു വയ്ക്കുക. പിന്നെ അവർ വന്നിട്ട് ഞങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് ക്ഷമിക്കണമെന്ന് അവർ പറയോ? അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആളെ കൊന്നിട്ട് 52 വെട്ടുവെട്ടി ആളെ കൊന്നിട്ട് ഇത് ഞങ്ങളല്ല ചെയ്തതെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളെന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്നോട് പ്രതികരണം ചോദിക്കുക. CPMന്റെ ആളുകൾ പ്രതിയായ എല്ലാ കള്ളു കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ. അവർക്ക് ട്രാൻസ്ഫറാണ്, അവർക്ക് സസ്പെൻഷനാണ്. അല്ലാതെ കഞ്ചാവ് കൊണ്ടുപോയവന് ഇവിടെ സസ്പെൻഷൻ ഇല്ല. അങ്ങനെ ഈ നാട് മാറിപ്പോയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കീഴിൽ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹകരണം വേണം. നിങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം, വാർത്തകൾ പ്രചരിപ്പിക്കണം, ജനമനസ്സിലത് എത്തിക്കണം. ഇടുക്കി അടിമാലിയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. രാജാക്കാട് സ്വദേശി അഭിനന്ദാണ് പിടിയിലായത്. അടിമാലിക്ക് സമീപം ഇരുമ്പ് പാലത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. വാഹനവും കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ഏറെ നാളായി നിരീക്ഷണത്തിലായിരുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൊല്ലം ചവറയിൽ 17 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. പന്മര വടുതല സ്വദേശി ഗോകുലാണ് പിടിയിലായത്. പുലർച്ചെ 3 മണിയോടെയാണ് പ്രതിയെ പിടികൂടിയത്. ബോക്സിംഗ് താരവും പരിശീലകനുമാണ് ഗോകുൽ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകില്ലെന്ന് കെ രാധാകൃഷ്ണൻ MP. പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ലെന്ന് ഇഡിക്ക് മറുപടി നൽകി. തിങ്കളാഴ്ച ഹാജരാകാനാണ് ഇഡി നിർദ്ദേശം നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് CPM നേതാവും MPയുമായ കെ രാധാകൃഷ്ണനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി നിർദ്ദേശം നൽകിയത്. ബാങ്കിൽ തട്ടിപ്പ് നടന്ന വേളയിൽ തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ. അന്ന് നടത്തിയ ചില ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യലെന്നാണ് ഇഡി പറയുന്നത്. പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ലെന്ന് കെ രാധാകൃഷ്ണൻ ഇഡിക്ക് മറുപടി നൽകി. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് യാതൊന്നും നോട്ടീസിൽ പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്നുവെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു.
അപ്പോൾ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്ന് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത്. കാരണം വന്നുടനെ എല്ലാ കവറും നമ്മൾ നോക്കില്ലല്ലോ. എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ EDയുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇന്നലെ ഹാജരാകാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്ക് അപ്പം തന്നെ നമ്മൾ ED ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട്. കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് EDയുടെ നീക്കം. ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം പാർട്ടി അക്കൗണ്ടിലേക്ക് എത്തിയതായി ED കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കെ രാധാകൃഷ്ണന് നോട്ടീസ് നൽകിയ സംഭവം ഗൂഢാലോചനയുടെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. EDയുടെ ഇടപെടൽ നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി നേരത്തെ പറഞ്ഞതാണ്. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയെയും സർക്കാരിനെയും ദുർബലമാക്കുന്നതിന് കേന്ദ്ര ഏജൻസികൾ വീണ്ടും മെല്ലെ കേരളത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തീവ്രമായ രീതിയിലായിരുന്നു EDയുടെയും കേന്ദ്ര ഏജൻസികളുടെയും കടന്നാക്രമണം. ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ തുടർച്ചയായാണ് കേരളത്തിലെ സഹകരണ മേഖലയിലും ED ഇടപെട്ട് തുടങ്ങിയത്. ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുകയാണ് മുൻ മന്ത്രിയും ഇപ്പോഴും പാർലമെന്റ് അംഗവുമായ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് കെ രാധാകൃഷ്ണനെ ED നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്റർപോളിന്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ അലക്സേജ് ബെഷക്കോവിനെ പട്യാല കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ ലിത്വാനിയൻ പൌരൻ പിടിയിലായത്. അമേരിക്കയിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ശേഷം അവിടെ നിന്ന് കടന്നുകളയുകയായിരുന്നു. റഷ്യൻ ചാരസംഘടനയുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നു. ദുരൂഹ നീക്കങ്ങളായിരുന്നു ബെസിഫിക്കോവിന്റേത്. ക്രിപ്റ്റോ കറൻസി വഴി തീവ്ര സംഘടനകൾക്ക് കള്ളപ്പണം വെളുപ്പിച്ചു നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇന്റർപോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിനെ തുടർന്ന് പല രാജ്യങ്ങളിലായി ഒളിവിൽ തുടരുകയായിരുന്നു. ഡാർക്ക് നെറ്റിൽ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇന്ത്യൻ രൂപയിൽ 1.5 ലക്ഷം കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് അമേരിക്കയിൽ നടത്തിയതായാണ് വിവരം. വർക്കലയിലെ ഹോം സ്റ്റേയിൽ 1 മാസത്തോളം വിനോദസഞ്ചാരി എന്ന വ്യാജേന കുടുംബസമേതം സുഖജീവിതം നയിച്ചു വരികയായിരുന്നു. ഒരാഴ്ചയ്ക്ക് മുൻപ് കുടുംബം തിരികെ പോയെങ്കിലും ഇയാൾ ഹോം സ്റ്റേയിൽ തുടർന്നു. പ്രതിക്ക് വേണ്ടി പട്യാല കോടതി നേരത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര ഏജൻസിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസിന്റെ സഹായം തേടി. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്ന് കുറ്റവാളി ഒളിവിൽ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റും വർക്കല പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അലക്സേജ് ബെഷക്കോവിന്റെ അറസ്റ്റിൽ DIGയും റൂറൽ SPയും ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അതിലേക്ക് അപ്പോൾ ഈ ഗ്യാരന്റിക്സിനകത്ത് നമുക്ക് US നോക്കിയാൽ ഈ ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് വഴി ഇലീഗൽ ബിസിനസ്സിൽ ഉള്ള സമ്പത്തിനെ ഈ ബിറ്റ്കോയിൻസിനകത്ത് ഇടുന്നത് ബാൻഡാണ്, ഇലീഗൽ ബാൻഡ്. സോ അപ്പൊ ആ ഒരു ഈ ഗ്യാരന്റിക്സ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് പുള്ളി റാൻസം വെയർ അറ്റാക്സ് ചെയ്യും. അതിൽ നിന്ന് വരുന്ന വരുമാനം, നാർക്കോട്ടിക് ഡീൽസിൽ നിന്ന് വരുന്ന വരുമാനം, ഈവൻ OSM ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യുന്നതിൽ വരുന്ന വരുമാനം, ഈ വരുമാനമൊക്കെ ഹാക്കൊക്കെ കുറെ വലിയ കോർപ്പറേറ്റ്സിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലും ഓസ്ട്രേലിയയിലും വരെ. അപ്പൊ ഇതുവരെ ഈ ഗ്യാരന്റിക്സിൽ ഈ തട്ടിപ്പൊക്കെ നടത്തി ലോസ് ആയിട്ടുള്ളത് റെക്കോർഡ്സ് പ്രകാരം ഓൾമോസ്റ്റ് 1,263 crores വർത്ത് മണിയാണ് ഈ പുള്ളിയുടെ ഗ്യാരന്റിക്സ് ക്രിപ്റ്റോ കറൻസിനകത്തുള്ളത്. ആൻഡ് 146 million US dollars ആണ്. അപ്പൊ ഇത് 2020 നിന്ന് ഇപ്പൊ ഇതുവരെ കണ്ടിന്യൂസ്ലി ഈ തട്ടിപ്പ് നടത്തിയായിരുന്നു. ഇപ്പൊ ഈവൻ ലാസ്റ്റ് 2024 വരെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിൽ ഈ പുള്ളി ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ സച്ച് എ ഹൈ പ്രൊഫൈൽ ക്രിമിനൽ. All I have to say is that our police officers did an amazing job, and I would like to congratulate each one of them. In fact, DG സാറും ADG LNO സാറും IG സാറും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു നല്ലൊരു ക്യാച്ച്. DIGയും റൂറൽ SPയും മാധ്യമങ്ങളെ കണ്ടതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്.
പത്തനംതിട്ടയിൽ മദ്യലഹരിയിൽ അമ്മയ്ക്ക് മകന്റെ ക്രൂരമർദ്ദനം. 75 വയസ്സുള്ള സരോജിനിക്കാണ് മർദ്ദനമേറ്റത്. തിരുവല്ല കവിയൂരിലാണ് സംഭവം. മകൻ സന്തോഷിനെ പോലീസ് പിടികൂടി. ശശിനാരായണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശശിനാരായണൻ, ഇപ്പോൾ ഈ സംഭവങ്ങൾ ഇങ്ങനെ പലയിടത്തായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് പറയുന്നത് ഈ സന്തോഷ് സരോജിനി 75 വയസ്സുള്ള സരോജിനി, അതായത് അമ്മയെ നിരന്തരം മർദ്ദിക്കുന്ന പതിവാണ്. മദ്യപിച്ച് വന്നതിന് ശേഷം വീട്ടിൽ വഴക്കുണ്ടാക്കുകയും ഒപ്പം അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്ന രീതിയുണ്ട്. ഇത് പലപ്പോഴും അയൽവാസികളൊക്കെ തടയാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവരെയൊക്കെ ഇയാൾ അസഭ്യ വാക്കുകൾ പറഞ്ഞ് മർദ്ദിക്കാൻ ചെല്ലുകയും അവരെ പ്രകോപനത്തോടുകൂടി അവരെ ആക്രമിക്കുകയും ചെയ്ത രീതിയാണ് ഇയാൾക്കുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ അയൽവാസികൾ തന്നെ ഇത് ഈ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് ശേഷമാണ് പോലീസിന് കൈമാറിയത്. പോലീസിന് കൈമാറിയോട് കൂടി തന്നെ സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇയാളുടെ ഈ ക്രൂരമർദ്ദനത്തിൽ ഈ അമ്മയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും അത് വലിയ കാര്യമായ പരിക്കല്ലെങ്കിൽ തന്നെ ക്രൂരമായ രീതിയിൽ അമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വളരെ നിഷ്ഠൂരമായ രീതിയിലാണ് അമ്മയെ മർദ്ദിക്കുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞ കുറെ നാളുകളായി ഇങ്ങനെ തുടർന്നു വരികയാണ്. എന്തായാലും പഞ്ചായത്തംഗ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ അവരെയൊക്കെ ഇയാൾ മോശമായ രീതിയിൽ പറയുകയും ഒപ്പം അവരെ വാക്കേറ്റം ഉണ്ടായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് ഇയാൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഭാര്യയും മക്കളും ഇയാളെ ഉപേക്ഷിച്ചു പോയി ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അമ്മയും ഈ മകനും മാത്രമാണ് കവിയൂരിലെ വീട്ടിൽ താമസിച്ചിട്ടുള്ളത്. എന്തായാലും സരോജിനിക്ക് ഇത്തരമൊരു ക്രൂരമായ മർദ്ദനം ഏൽക്കുന്ന ഒരു സാഹചര്യം, വീഡിയോ ദൃശ്യങ്ങൾ അർഹമായ ഒരു ശിക്ഷ മകന് കിട്ടണം എന്ന് തന്നെ അയൽവാസികൾ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ മദ്യപിച്ച് വീട്ടിലെത്തി വഴക്കുണ്ടാകുന്ന സമയത്ത് അയൽവാസികളാണ് ഈ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയത്. ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ശശിനാരായണൻ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ലഹരിക്കും മദ്യത്തിനുമൊക്കെ അടിമയായ മക്കളുടെ ക്രൂര പീഡനത്തിന് മാതാപിതാക്കൾ ഇരയാകുന്ന സംഭവം. ഇപ്പോൾ ഈ വാർത്തയുടെ ദൃശ്യങ്ങളിലേക്ക്. വിവിധ കേസുകളിൽ പ്രതികളായവരുടെ കായംകുളം മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് തുടർ മർദ്ദനങ്ങൾ ഒരുപാട് നാളായി അനുഭവിക്കുന്നതാണ്. അങ്ങനെ നാട്ടുകാർ ആണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ പോലീസ് എന്തായാലും സന്തോഷ് എന്ന് പറയുന്ന ഇവരുടെ തന്നെ മകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മളുടെ ലഭ്യമാകുന്ന വിവരം. കണ്ണൂരിൽ പോക്സോ കേസിൽ 23-കാരി അറസ്റ്റിൽ. 12-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനാണ് പിടിയിലായത്. ചൈൽഡ് ലൈനിന്റെ കൌൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തുവന്നത്. പെൺകുട്ടിയെ പലവട്ടം പീഡിപ്പിച്ചതായാണ് പരാതി. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദം നേരിട്ടിരുന്നതായി കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ മാതാവ് ഷെമി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം ഭർത്താവ് അബ്ദുൾ റഹീമിനോടാണ് ഷെമി ഇക്കാര്യം പങ്കുവച്ചത്. പേരമലയിലെ വീട്ടിൽ ഇനി താമസിക്കാനില്ലെന്നും അഫാന്റെ മാതാവ് ബന്ധുക്കളെ അറിയിച്ചു. ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിച്ചുകൂട്ടിയ 17 ദിവസത്തിന് ശേഷമാണ് വെഞ്ഞാറമൂട് സംഭവത്തിൽ ജീവനോടെ അവശേഷിച്ച ഇര ഷെമി ആശുപത്രി വിട്ടത്. കൊടും ക്രൂരകൃത്യത്തിന് 23 വയസ്സുകാരനായ മൂത്ത മകൻ അഫാനെ പ്രേരിപ്പിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ വിവരിക്കുന്നതിനിടയിലാണ് ഭർത്താവ് അബ്ദുൾ റഹീമിനോട് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാർ 8 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി ഷെമി വെളിപ്പെടുത്തിയത്. റഹീമിൻ്റെ അറിവോടെ സെൻട്രൽ ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും 4 ലക്ഷം രൂപ റഹീം വിദേശത്ത് നിന്ന് കുടുംബത്തിന് അയച്ചു നൽകിയിരുന്നു. എന്നാൽ ഇതിൽ 2 ലക്ഷം രൂപ മാത്രമാണ് ഷെമിയും മകൻ അഫാനും ചേർന്ന് ബാങ്കിൽ തിരിച്ചടച്ചത്. ശേഷിച്ച പണം എന്ത് ചെയ്തെന്ന് അബ്ദുൾ റഹീമിൻ്റെ ചോദ്യത്തിന് ഭാര്യ വ്യക്തമായ മറുപടി നൽകിയില്ലെന്നാണ് സൂചന. 8 ലക്ഷം രൂപ വായ്പ എടുത്തതിൻ്റെയും 2 ലക്ഷം രൂപ ഒറ്റത്തവണയായി തിരിച്ചടച്ചതിൻ്റെയും രേഖകൾ വെഞ്ഞാറമൂട് പോലീസ് ബാങ്കിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം അഫാൻ കൊലപ്പെടുത്താനായി ലക്ഷ്യമിട്ടിരുന്ന മറ്റ് 2 സ്ത്രീകളിൽ നിന്ന് തരപ്പെടുത്തിയ വായ്പ തിരിച്ചടയ്ക്കാൻ അബ്ദുൾ റഹീം നൽകിയ പണത്തിലെ ശേഷിച്ച തുക ഉപയോഗിച്ചതായാണ് പോലീസിൻ്റെ സംശയം. അതിനിടെ പേരമലയിലെ വീട്ടിലേക്ക് ഇനി താമസിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ഷെമിയെ മാനസിക നില വീണ്ടെടുക്കുന്നതുവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്ന കാര്യമാണ് ബന്ധുക്കളും പോലീസും ചേർന്ന് ആലോചിക്കുന്നത്. കുടുംബത്തിലെ 5 പേരെ മൂത്ത മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചെങ്കിലും
അത് പൂർണ്ണമായി വിശ്വസിക്കാൻ ഷെമി ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കണ്ണൂർ പഴയങ്ങാടിയിൽ 8 മാസം പ്രായമായ കുഞ്ഞിന് മരുന്ന് മാറി നൽകിയ മെഡിക്കൽ സ്റ്റോർ താൽക്കാലികമായി അടപ്പിച്ച പോലീസ്. മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും വാക്സിനേഷന് പിന്നാലെ കുഞ്ഞു മരിച്ചതായി പരാതി. ഇടുക്കിയിലാണ് 1.5 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചത്. വാക്സിനേഷന് പിന്നാലെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് വിവിധ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും നില വഷളായി. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ശ്വാസതടസ്സത്തിനൊപ്പം അപസ്മാരമുണ്ടായതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ 4 മാസമായ കുഞ്ഞ് വാക്സിനേഷന് പിന്നാലെ മരിച്ചിരുന്നു. ത്രിഭാഷാ വിവാദത്തിൽ കേന്ദ്രവുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച തമിഴ്നാട്. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാത്തതിന്റെ പേരിൽ 2152 കോടി രൂപ സംസ്ഥാനത്തിന് അനുവദിക്കാതെ കേന്ദ്രം വഞ്ചിച്ചതായി തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരശ് ബജറ്റ് അവതരണത്തിനിടെ വിമർശിച്ചു. കേന്ദ്രവിഹിതത്തിനായി അഭിമാനം നഷ്ടപ്പെടുത്തില്ലെന്നും വിദ്യാഭ്യാസത്തിനായി സ്വന്തം നിലയിൽ പണം കണ്ടെത്തുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഭാഷാ വിവാദത്തിൽ തമിഴ്നാടും കേന്ദ്രവും തമ്മിലുള്ള പോര് മുറുകുകയാണ്. ബജറ്റ് ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം ഒഴിവാക്കി പുതിയ പോർമുഖം തുറന്ന സ്റ്റാലിൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിലും കേന്ദ്ര വിമർശനം ഇടം പിടിച്ചു. ത്രിഭാഷാ നയം അംഗീകരിക്കാത്തതിന്റെ പേരിൽ കേന്ദ്രം തടഞ്ഞുവെച്ചത് 2152 കോടി രൂപയാണ്. സാമ്പത്തിക ബാധ്യത വന്നാലും കേന്ദ്രത്തിനു മുന്നിൽ മുട്ടുമടക്കില്ല. ദ്വിഭാഷാ നയം തന്നെ തുടരുമെന്നും ധനമന്ത്രി തങ്കം തെന്നരശ് പ്രഖ്യാപിച്ചു. 2000 கோடி ரூபாய் நிதியினை இழந்தாலும் இருமொழி கொள்கையினை விட்டுத்தர மாட்டோம் என கொண்ட கொள்கையில் உறுதியாக நின்று தமிழ்நாட்டின் தன்மானம் காத்த மாண்புமிகு முதலமைச்சர் அவர்களின் பின்னால் തമിഴ്നാട്ട് മക്കൾ അനേവരും അണിവകുത്തുള്ളனர். വിദേശത്തുള്ള കുട്ടികളെ തമിഴ് ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനുള്ള പദ്ധതിക്ക് 10 കോടി വകയിരുത്തിയിട്ടുണ്ട്. അതിനിടെ മണ്ഡല പുനർനിർണയത്തിനെതിരായ സമ്മേളനത്തിലേക്ക് പിണറായി വിജയനെ തമിഴ്നാട് സർക്കാർ ക്ഷണിച്ചു. തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് തമിഴ്നാട് IT മന്ത്രി പളനിവേൽ ത്യാഗരാജനും തമിഴച്ചി തങ്കപാണ്ഡ്യനും മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത്. ഈ മാസം 22-ന് ചെന്നൈയിലാണ് സമ്മേളനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഉത്സവാഘോഷത്തിനിടെ വിപ്ലവ ഗാനം പാടിയത് ചർച്ചയാകുന്നു. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രോത്സവത്തിലെ കലാപരിപാടികളിൽ വിപ്ലവ ഗാനങ്ങൾ പാടിയതിനെതിരെയാണ് കോൺഗ്രസും BJPയും രംഗത്ത് വന്നത്. പുഷ്പനെ അറിയാമോ നിങ്ങൾക്ക്, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ടാണ് ഗായകൻ അലോഷി പാടിയത്. കടയ്ക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളിൽ CPMന്റെ പ്രചരണ ഗാനങ്ങളും വിപ്ലവഗാനങ്ങളും പാടിയതിലാണ് എതിർപ്പ്. ഗസൽ ഗായകനായ അലോഷി ആദത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സ്വാശ്രയ കോളേജിനെതിരായ സമരത്തിനിടെ കൂത്തുപറമ്പ് വെടിവയ്പിൽ പരുക്കേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുഷ്പനെക്കുറിച്ചുള്ള പാട്ടുകളടക്കമാണ് പാടിയത്. കടയ്ക്കൽ തിരുവാതിരയുടെ 9ാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അലോഷിയുടെ സംഗീത പരിപാടി. CPM ഡിവൈഎഫ്ഐ കൊടികളുടെയും ചിഹ്നത്തിന്റെയും പശ്ചാത്തലത്തിൽ പാർട്ടി പ്രചരണ ഗാനങ്ങൾ പാടിയതിനെതിരെയാണ് വിമർശനം. ക്ഷേത്രത്തെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്തിനാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പരിപാടിയിൽ കയറി പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടുക. അതിന്റെ വീഡിയോകൾ ഇപ്പോൾ പ്രചരിക്കുകയാണ്. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയിട്ടാണോ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? കഴിഞ്ഞ വർഷം ഇതേ ക്ഷേത്രത്തിൽ ഗായിക ഗൗരി ലക്ഷ്മി ബലികുടീരങ്ങളെ അടക്കമുള്ള പാട്ടുകളും പാടിയിരുന്നു. ഇതുവരെ സംഭവത്തിൽ പ്രാദേശികമായി പരാതി ഉയർന്നിട്ടില്ലെന്ന് CPM ലോക്കൽ സെക്രട്ടറി ദീപു പറയുന്നു. അവിടെ എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും അവിടെ സഹകരിച്ചാണ് അവിടെ ഉത്സവം നടക്കുന്നത്. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അത് നടക്കരുത്. പിന്നെ അത് ചെയ്യുന്നത് തെറ്റാണ്. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല, പൊതുവായി എല്ലാവരും കൂടെ ചേർന്നാണ് അവിടെ ഉത്സവം നടത്തുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് ഉത്സവം നടത്തുന്നതെന്നാണ് CPMന്റെ വാദം. ന്യൂസ് 18 കൊല്ലം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8230 രൂപ, പവന് 65840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6785 രൂപ, പവന് 54280 രൂപ.
വെള്ളിഗ്രാമിന് 110 രൂപ, കിലോയ്ക്ക് 1,10,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസ് കാണാം. അനുശ്രീ.